السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار. صدق الله العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സൂറ ആൽ ഇംറാൻ 16 ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. അതില് ദുനിയാവിൽ നൽകപ്പെട്ടിട്ടുള്ള വിഭവങ്ങളെ എടുത്ത് പറയുകയും ഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും, അതിനേക്കാൾ ശ്രേഷ്ഠകരമായത് ലല്ലദീന തഖൗ, തഖ്വ പുലർത്തിയവർക്ക് ശ്രേഷ്ഠകരമായത് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് പറയുക. ഇതാണ് 15-ാമത്തെ ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് അവരോട് ചോദിക്കുക. തഖ്വ പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാന്റെ അടുക്കൽ ഏറ്റവും നല്ലത് സ്വർഗമാണ്. പിന്നെ ആ സ്വർഗത്തെ വളരെ ലഘുവായി ഒന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. താഴ്ഭാഗത്തൂടെ അരുവികൾ ഒഴുകും, അത് എല്ലാ കാലത്തേക്കും ശാശ്വതമായിരിക്കും. പരിശുദ്ധരായ ഇണകൾ അവിടെ ഉണ്ടാകും, അല്ലാഹുവിൽ നിന്നുള്ള തൃപ്തി ഉണ്ടാകും എന്നൊക്കെയാണ് പറഞ്ഞത്. ആ സ്വർഗം ലഭിക്കുന്ന മുത്തഖീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാർത്ഥന അല്ലദീന യഖൂലൂൻ, അവരുടെ പ്രാർത്ഥന റബ്ബനാ, ഞങ്ങളുടെ നാഥ, ഇന്നനാ, നിശ്ചയമായും ഞങ്ങൾ, ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഫഗ്ഫിർ ലനാ ദുനൂബനാ, അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ ഞങ്ങൾക്ക് പുറത്തു തരേണമേ, വഖിനാ അദാബന്നാർ, ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് നീ രക്ഷിക്കണമേ എന്നായിരിക്കും. അപ്പൊ ഈ മഗ്ഫിറത്തിന്റെ അടിസ്ഥാന യോഗ്യത ഈമാൻ എന്നതാണ്. റബ്ബേ, ഞങ്ങൾ ഇതാ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് ഈമാൻ ഉണ്ട്. ഇന്നനാ ആമന്ന, നിശ്ചയമായും ഞങ്ങൾക്ക് ഈമാനുണ്ട്. ഈമാൻ ഉണ്ടാവുക എന്നതാണ് മഗ്ഫിറത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ യോഗ്യത. അതുകൊണ്ടാണ് ഈമാൻ സ്വീകരിച്ചിട്ടില്ലാത്ത, പ്രഖ്യാപിച്ചിട്ടില്ലാത്ത, ഈമാനുള്ളവരായിരുന്നു എന്ന് തെളിയിക്കാതെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. അതായത് ഇബ്രാഹിം അലൈഹിസ്സലാം പാപ്പാക്ക് വേണ്ടി
മഗ്ഫിറത്തിന് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞല്ലോ അത് വേണ്ട. കാരണം മഗ്ഫിറത്തിന്റെ അടിസ്ഥാനം ഒരാൾക്ക് ഈമാൻ ഉണ്ടാവുക എന്നതാണ്. ഈമാൻ എന്ന് പറയുന്ന ഒരു സംഗതി നിഷേധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈമാൻ പ്രഖ്യാപിക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നാണ്. അപ്പൊ ഇവിടെ വിശ്വാസികൾ പറയുന്നത് ഇന്നനാ ആമന്ന, നിശ്ചയമായും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, മുഅ്മിനീങ്ങളായിരിക്കുന്നു. അതുകൊണ്ട് ഗഫർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, ദുനൂബന, ഞങ്ങളുടെ പാപങ്ങൾ. അപ്പൊ ഇത് വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണം. ഒരാൾ മുഅ്മിനാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയോ അയാൾ പരിശുദ്ധനാവുകയോ ചെയ്യുന്നില്ല. മുഅ്മിനായി തീർന്നതിന് ശേഷവും അയാൾ ചെയ്യേണ്ട ഒരു പണിയാണ് പാപങ്ങളിൽ നിന്നുള്ള മോചനം തേടി പ്രാർത്ഥിക്കുക. അപ്പൊ അതൊരു പ്രഖ്യാപനം എന്നത് മാത്രം പോരാ, പ്രവർത്തനത്തിലും ജീവിത നിലപാടുകളിലുമൊക്കെ ഈമാൻ ഉണ്ടാകണം എന്നാണ് ഇതിന്റെ താല്പര്യം. ഇനി അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. ഇനി ഈ സ്വർഗവാസികളുടെ തന്നെ ചില സ്വഭാവങ്ങൾ ഇവിടെ പറയാൻ പോവാണ്. ആ സ്വഭാവം നമുക്കൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കലാണ് നമ്മൾ വേണ്ടത്. ഉണ്ടെങ്കിലാണ് നമ്മൾ സ്വർഗവാസികളാവുക. അങ്ങനത്തെ സ്വഭാവം ഒന്നും ഇപ്പൊ നമ്മക്കില്ലല്ലോ, എന്നിട്ട് നമ്മളെ സ്വർഗത്ത് തന്നെ അല്ലേ എന്ന് വിചാരിക്കലല്ല. ഈ സ്വഭാവം ആക്കാൻ വേണ്ടി ശ്രമിക്കലാണ്. കാരണം സ്വർഗവാസികളുടെ സ്വഭാവമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഒരു കാര്യം പറയുമ്പോൾ ആ സ്വഭാവം ഒന്നും എന്നിട്ട് നമുക്കില്ലല്ലോ, നമ്മൾ സ്വർഗത്ത് തന്നെ അല്ലേ എന്ന് വിചാരിക്കല്ല വേണ്ടത്. നമ്മൾ ആ സ്വഭാവമുള്ളവരായി മാറാൻ പരിശ്രമിക്കലാണ്. എന്തൊക്കെയാണത്? അസ്വാബിരീൻ, പിന്നെ ഉള്ളത് വസ്വാദിഖീൻ വൽ ഖാനിതീൻ വൽ മുൻഫിഖീൻ വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. ഇത്രയും സ്വഭാവങ്ങൾ നമുക്കുണ്ടോ? ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ ഒന്നാമത് പറഞ്ഞിട്ടുള്ള അസ്വാബിരീൻ, അയാൾ എന്നെ അടിക്കാൻ വന്നു, വലിയ കരുത്തനായ ഒരാളാണ്, കയ്യിൽ ആയുധങ്ങളുണ്ട്, രക്ഷിക്കാനും കൂടെ നിൽക്കാനൊന്നും അടുത്തൊന്നും ആരും കാണുന്നുമില്ല, ഞാൻ ക്ഷമിച്ചു. ഇതൊരു ക്ഷമയാണ്. ക്ഷമിക്കല്ലാണ്ട് എന്ത് ചെയ്യാ? കൂട്ടിയാ കൂടാത്ത അത്ര കരുത്തുള്ള ഒരാള് തല്ലാൻ വേണ്ടി വന്നപ്പോ ഞാൻ എന്ത് ചെയ്തു? ക്ഷമിച്ചു. അയാൾ എന്നെ വല്ലാതെ കാലങ്ങളായിട്ട് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാൻ അയാളുടെ ഭാര്യയായിപ്പോയല്ലോ, ഞാനങ്ങ് ക്ഷമിച്ചു. അല്ലാണ്ട് എന്താക്കാൻ? തിരിച്ചും ഉണ്ടാവും. എല്ലാറ്റിനും രണ്ടു വശം ഉണ്ടാവും. അപ്പൊ ക്ഷമ എന്ന് മലയാളത്തിൽ പറയുമ്പോ അതൊരു ദുർബലമായ ഒരു ഫീലാണ്. ക്ഷമ അങ്ങനെ ദുർബലമായ ഒരു സാധനമൊന്നല്ല, പക്ഷെ പൊതുവിൽ നമുക്ക് ഒരു ദുർബലമായ ഒരു തോന്നലാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. മാത്രമല്ല നമ്മൾ പറയാറുള്ള വാക്കുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വേറെ ഉണ്ടെങ്കിൽ പറഞ്ഞോളി. ക്ഷമക്കൊരതിരുണ്ട്.
അതുണ്ട്. ക്ഷമക്ക് വരാതിരുന്നു. ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു നിൽക്കുകയാണ് അല്ലേ? പിന്നെന്തൊക്കെ പറയില്ല ക്ഷമയായിട്ട് ബന്ധപ്പെട്ട്? ഭൂമിയോളം ക്ഷമിച്ചു, ഭൂമിയോളം ക്ഷമിച്ചു. പിന്നെന്താ പറയല്? എത്രത്തോളം ക്ഷമിക്കും? പറയാം ഇനി പറയാം. നമുക്ക് അവനാ പറയണതാവണമെന്നില്ല, മറ്റുള്ളവർ പറഞ്ഞു കേട്ടതും പറയാം. ഇതൊക്കെ സാധാരണ പറയുന്നതാണ്. ഇതൊക്കെ ഒരുപക്ഷെ ക്ഷമയെ സംബന്ധിച്ചിടത്തോളം ചില സമയത്തൊക്കെ ശരിയുമായിരിക്കും. പക്ഷെ സ്വബർ എന്ന് പറയുന്നത് ഇങ്ങനെ അതിര് നിശ്ചയിച്ച ഒരു സാധനമല്ല. അപ്പോ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനാണ് സ്വാബിരീൻ, അസ്വാബിറൂൻ. സ്വാബിർ എന്ന് പറയുന്നതാണ് സ്വബറുള്ളയാൾ എന്നാണ് സ്വാബിർ. സ്വബറുള്ളവർ എന്നതാണ് സ്വാബിരീൻ എന്നിവിടെ പറഞ്ഞത്. ആ സ്വബറിനെ സംബന്ധിച്ചിടത്തോളം അതിരുള്ള ഒരു സാധനത്തിന്റെ പേരല്ല, നെല്ലിപ്പടിയുള്ള ഒരു സാധനമല്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഇനി അവസരമില്ല, ഇനിയും ക്ഷമിക്കേ എന്ന് ചോദിച്ചാൽ, ക്ഷമയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ അത് ശരിയാവാം. പക്ഷേ ഇനിയും സ്വബറോ? അങ്ങനെയല്ല. സ്വബർ എന്ന് പറയുന്നത് പരിധി നിശ്ചയിക്കുന്ന, അതിരുള്ള, നെല്ലിപ്പടിയുള്ള, അവസാനിച്ചു പോകുന്ന, ഏതോ ഒരു ഘട്ടത്തിൽ വേണ്ട എന്ന് വെക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതാണ് സ്വബർ. സ്ബിറൂ വസ്വാബിറൂ, നിങ്ങൾ സ്വബറുള്ളവരാകുവിൻ, സ്വബറിൽ മറ്റുള്ളവരെ ജയിക്കുവിൻ. നിങ്ങളുടെ അടുത്തുള്ള ആൾക്ക് ഉള്ള സ്വബറിനേക്കാൾ നിങ്ങൾക്ക് സ്വബർ വേണം. നിങ്ങളുടെ എതിരാളിക്കുള്ളതിനേക്കാൾ സ്വബർ നിങ്ങൾക്ക് വേണം. സ്ബിറൂ വസ്വാബിറൂ. ഞാനിതാ സ്വബർ നിർത്തിവെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞാനിതാ ഈമാൻ പാതി ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ്. അസ്വബറു നസ്ഫുൽ ഈമാൻ. ഈമാനിന്റെ പകുതിയാണ് സ്വബർ. അപ്പോൾ ഏതോ ഒരു ഘട്ടത്തിൽ സ്വബർ വേണ്ടാന്ന് വെച്ചാൽ എന്താണ് അയാൾ വേണ്ടാന്ന് വെക്കുന്നത്? ഈമാനാണ്. അപ്പൊ ഒരാൾക്ക് ഈമാൻ വേണ്ട എന്ന് വെക്കാൻ കഴിയുമോ? അവിടെ വെച്ചിട്ടാണ് നമ്മൾ സ്വബർ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ സ്വബറിന്റെ അർത്ഥം പറയാതെയാണ് സ്വബർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കാനൊരു സ്വബർ വേണം, അത് പറയാനൊരു സ്വബർ വേണം. അപ്പോ മുഅ്മിനീങ്ങളുടെ സ്ഥായിയായ ഒരു സ്വഭാവമാണ് സ്വബർ. ഇന്നല്ലാഹ മഅസ്വാബിരീൻ. അല്ലാഹു സ്വബറുള്ളവരുടെ കൂടെയാണ് എന്ന് പറയുന്നു. സ്വബർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് ഒഴിവാക്കി കളയാൻ പറ്റുന്ന ഒന്നല്ല. സ്വബർ ഒഴിവാക്കിയാൽ ഈമാനാണ് ഒഴിവാകുന്നത്. സ്വർഗവാസികൾ അവരുടെ ലക്ഷണം അവർ സ്വാബിറുകളായിരിക്കും എന്നതാണ്. ഇനി യുദ്ധത്തിന് പോകുന്നവരോട് കൽപ്പിക്കുന്നു, നിങ്ങൾ സ്വബറുള്ളവരാകണം എന്ന്. അതെന്താണ്? ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖം കാണിച്ചു കൊടുക്കുക എന്ന ശൈലിയാണെങ്കിൽ യുദ്ധത്തിന് പോയിട്ട് കാര്യമുണ്ടോ? ഇസ്ലാമിൽ യുദ്ധം എന്ന് പറയുന്നത് അങ്ങേയറ്റം അതിൻ്റെ ഒരു മറ്റു മാർഗമില്ലാത്തൊരു സമയത്ത് മാത്രം അനുവാദം നൽകപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ചരിത്രം അതിന് സാക്ഷിയാണ്.
പക്ഷെ അങ്ങനെ അനുവദിക്കപ്പെട്ട ഒരു യുദ്ധത്തിൽ നിങ്ങൾ സബർ കാണിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വെട്ടുമ്പോ കുറച്ചു നേരം കൂടി കാത്തു നോക്കുക. സബർ അങ്ങനെയാണോ? അങ്ങനെയാണെ പിന്നെ പോണോ? പോയിട്ട് കാര്യമുണ്ടോ? അപ്പൊ പിന്നെ എന്താണ് സബർ? അപ്പൊ സബർ എന്ന് പറഞ്ഞാൽ ധീരമായ ഉറച്ചു നിൽക്കലിന്റെ പേരാണ് സബർ. പ്രലോഭനങ്ങൾ ഉണ്ടാകും, പ്രകോപനങ്ങൾ ഉണ്ടാകും. പതറരുത്, പിന്തിരിഞ്ഞു കളയരുത്, പാതിയിൽ ഉപേക്ഷിക്കരുത്. ഇതിനാണ് സബർ എന്ന് പറയാൻ. ഒരാൾ നിങ്ങളെ ചീത്ത പറയുന്നു, കുറച്ചേരൊക്കെ കേട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി. അങ്ങനെ പിന്നോട്ട് പോയരുത്. അങ്ങനെ കേട്ടോ നിങ്ങളെ വ്യക്തി. അതന്നെ എല്ലാവർക്കും ഉണ്ടാവും. അതെ, അതന്നെ പറഞ്ഞത്. അതെല്ലാറ്റിനും ബാധകമാണ്. അങ്ങനെ അല്ലാതെ ആരെങ്കിലും പറയോ? ഇല്ല. അപ്പൊ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ പേരാണ് സബർ. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഖുർആൻ ക്ലാസ്സിന് വരണമെങ്കിൽ സബർ വേണം. ഖുർആൻ പഠിക്കണമെന്ന് തീരുമാനിച്ചു, അതൊരു തീരുമാനമാണ്. രാവിലെ നേരത്തെ ഞായറാഴ്ച സുബയൊക്കെ നിസ്കരിച്ച് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ക്ലാസ്സിന് വരാൻ നേരത്തെ തോന്നുകയാണ് ഇന്ന് ഇനിയിപ്പോൾ ഏതായാലും അടക്കട്ടെ അല്ലേ? ഖുർആൻ പഠിക്കണ്ടെന്ന് തീരുമാനിച്ചോ? ഇല്ല. അതെ, ആ മടിയാണ്. വയ്യാതല്ല. എന്താണല്ല. ശരി. അത്താണിയില്ല, അത്താണി. അപ്പോ നമ്മൾ തിരിച്ചു വരാം അല്ലേ? അപ്പൊ അങ്ങനെ വരാനിരിക്കുമ്പോ നമുക്ക് ഒരു മടി. ടീച്ചർ പറഞ്ഞ മാതിരി അതൊരു മടിയാണ്. പക്ഷെ ആ മടിയെ മറികടന്ന് ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം അള്ളാഹുവിൻ്റെ കലാമാണ്, ഇത് പഠിക്കാതെ രക്ഷയില്ല എന്ന് വിചാരിച്ച് ഞാനെടുത്തൊരു തീരുമാനമാണ്. എൻ്റെ അലസത കാരണം, എൻ്റെ മടി കാരണം ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല? ഇതിൽ നിന്ന് പിന്മാറിക്കളയാൻ പാടില്ല എന്ന് വിചാരിച്ച് ഒരാൾ മടി വേണ്ടെന്ന് വെച്ച് ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നത് എന്താണ്? സുബറാണ്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രലോഭനങ്ങൾ ഉണ്ടാവുക, പ്രകോപനം ഉണ്ടാവുക, പരിഹാസം ഉണ്ടാവുക, ആക്ഷേപം കേൾക്കേണ്ടി വരിക, ഇതൊക്കെ ഉണ്ടാവും. അതിനൊക്കെ മറികടന്ന് ഇവിടെ എത്തണമെങ്കിൽ എന്തു വേണം? സബർ വേണം. അപ്പൊ ഒരേ സമയം നമ്മുടെ അകത്തു നിന്നും അതേസമയം നമ്മുടെ പുറത്തു നിന്നും ഉണ്ടാകുന്ന എതിർപ്പുകളെ പരാജയപ്പെടുത്തണമെങ്കിൽ, ചെറുത്തു തോൽപ്പിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ടുന്ന ആയുധമാണ് സബർ. രാവിലെ സുബൈക്ക് എണീക്കണ്ടെന്ന് പറയുന്നത് സംഘപരിവാറൊന്നല്ല. ആണോ? ആരാ? നമ്മളെ ഉള്ളിലുള്ള കക്ഷിയാണ്. അപ്പൊ അയാളോട് യുദ്ധമുണ്ടാക്കുക, ഞാൻ എണീക്കും എന്ന് നിലപാടെടുക്കണമെങ്കിൽ അതിന് സബർ വേണം. എന്നാൽ പുറമേ നിന്ന് ഉണ്ടാകുന്ന ഭീഷണിയും പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ചെറുക്കണമെങ്കിലും സബർ വേണം. ഇതാണ്
അസ്വാബിരീൻ എന്ന് പറയുന്നതിന്റെ മാന. ഇത് സൂറത്തുൽ ബഖറ പഠിച്ചപ്പോൾ നമ്മൾ സാമാന്യമായി അവിടെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സ്വലാത്ത് കൊണ്ടും സ്വബർ കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടണം. 13 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും എല്ലാ ആക്രമണങ്ങളും മർദ്ദനങ്ങളും സഹിച്ചു. സ്വബറാണ്. ഹിജ്റ 2-ാം വർഷം അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ബദറിൽ യുദ്ധത്തിന് പോയി. സ്വബറാണ്. രണ്ടും സ്വബറാണ്. അപ്പോ സ്വബർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള സമ്പൂർണമായ വിധേയത്വത്തിൻ്റെയും സമ്പൂർണമായ കീഴ്പ്പെടലിൻ്റെയും ഭാഗമായി അള്ളാഹുവിൻ്റെ ദീനിനെ ഇങ്ങനെ മുറുകെ പിടിക്കുന്നതിൻ്റെ പേരാണ്. ഒരു കാലം വരാനുണ്ട്. ആ കാലം ദീൻ പാലിക്കുക എന്ന് പറഞ്ഞാൽ തീക്കനൽ കയ്യിൽ പിടിക്കുന്നത് പോലെ ആയിരിക്കും എന്നാണ്. തീക്കനൽ കൈ പിടിക്കാനുള്ള സുഖമൊന്നും ഉണ്ടാവില്ല. അതിങ്ങനെ അങ്ങനെ തിളച്ച് മറിഞ്ഞ് പിടച്ച്, പക്ഷെ എന്നാലും അത് കയ്യിൽ പിടിക്കുന്ന ഒരു അവസ്ഥ പോലെ ആയിരിക്കും എന്നാണ്. അപ്പൊ ഇതാണ് അസ്വാബിരീൻ. നമ്മൾ അങ്ങനെയാണോ? നമ്മളെ നിലപാട് നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കല്? ഇതിന്റെ അർത്ഥം വാശിയുള്ളവരാവണമെന്നൊന്നും അല്ല കേട്ടോ. ഇതിന്റെ നെഗറ്റീവ് മനസ്സിലാക്കരുത്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ദീനാണെന്ന് നമുക്ക് ഉറച്ച ബോധ്യമുള്ള കാര്യങ്ങളിൽ നമുക്ക് ശക്തവും ധീരവുമായ നിലപാടുണ്ടാവുക, പിന്തിരിഞ്ഞു പോകാതിരിക്കുക, വഴിയിൽ ഉപേക്ഷിക്കാതിരിക്കുക, വിട്ടേച്ചു പോകാതിരിക്കുക, ആരുടെ കൂടെയാണോ അവരെ പോലെ ആവാതിരിക്കുക. ചില ആളുകൾ ആരുടെ കൂടെയാണോ അവരെ പോലെ ആവും. വെള്ളം പോലെ ആയിരിക്കും. ഉരുണ്ട പാത്രത്തിൽ വെച്ചാൽ ഉരുണ്ടിട്ട്, പരന്ന പാത്രത്തിൽ വെച്ചാൽ പരന്നിട്ട്. വെള്ളത്തിന് സ്വന്തമായിട്ടൊരാകൃതി ഇല്ല. മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല. അവരെവിടെയാണെങ്കിലും അവരുടേതായ സംസ്കാരം അവർ നിലനിർത്തും. ഇപ്പൊ ഫേസ്ബുക്കിലാണെങ്കിൽ, ഓൺലൈനിലാണെങ്കിൽ തോന്നിയാസം അങ്ങനെ ഉണ്ടാവില്ല. ഓഫ്ലൈനിൽ നല്ലതാണ്, ഓൺലൈനിലും നല്ലതാണ്. ഓഫ്ലൈനിൽ കാണിക്കാൻ പറ്റാത്തത് ഓൺലൈനിലും എന്ത് ചെയ്യൂല, കാണിക്കൂല. ചില ആളുകൾ ഇൻസ്റ്റയിൽ ഇടുന്ന ഫോട്ടോ എന്തായിരിക്കും? ഇപ്പൊ ഇവിടെ വന്നിട്ട് രണ്ടാൾ നിൽക്കാൻ പറ്റാത്തൊരു കോലോ ഇൻസ്റ്റയിൽ ഇടാൻ പറ്റുമോ? സംഗതികൾ ഭാര്യയും ഭർത്താവൊക്കെ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഇത്ര ആളെ മുമ്പിൽ ഇവിടെ നിന്നിട്ട് പിന്നെ കാണിക്കാത്തൊരു കാര്യം ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റയിൽ ഇടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ആകത്തിരി ആളെ കാണുന്നുള്ളൂ, മറ്റേ ലോകം മുഴുവനും കാണുകയാണ്. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അപ്പൊ അവിടെ നമുക്ക് നമ്മളാവാൻ കഴിയണം. കല്യാണം വരികയാണ്. കല്യാണത്തിന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഫോട്ടോ എടുക്കുന്ന ആളാണ്. കാരണം അയാൾക്ക് വർക്കൊക്കെ കഴിഞ്ഞ് അവസാനം പൈസക്ക് വരുമ്പോൾ നല്ല നല്ല പിക്ചർ കിട്ടണം. ഒരു സിനിമാറ്റിക് മോഡിലാണ് വീഡിയോഗ്രാഫർ ഉണ്ടാവുക. കാരണം വ്യത്യസ്ത രംഗങ്ങൾ ഒക്കെ. അപ്പൊ അയാളാണ് പിന്നെ എന്ത് ചെയ്യുക, ഇങ്ങനെ നിൽക്ക്, അങ്ങനെ നിൽക്ക്, മറ്റേ ആൾക്ക് ഇങ്ങനെ ആക്ക് എന്നൊക്കെ പറയണത്. അതൊക്കെ അനുസരിച്ച് ഇങ്ങനെ ചെയ്യാണ്. ഇപ്പൊ ദീൻ അറിയുന്ന ആൾക്കാർ, ദീൻ പാലിക്കുന്ന ആൾക്കാർ അന്നേരം അവിടെ നിന്ന് അങ്ങോട്ട് ഒഴിഞ്ഞാളുകയാണ്, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുകയാണ്, മാറി നിൽക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ സഹോദര മതങ്ങൾ, സഹോദര സമുദായാംഗങ്ങൾ, ഹൈന്ദവർ, ഒരു ഹിന്ദു കല്യാണത്തിന് നിങ്ങൾ പോയി നോക്കൂ. അവിടെ ഒരു പൂജാരി ഉണ്ടാവും, നിറപറ ഉണ്ടാവും, നിലവിളക്ക് ഉണ്ടാവും, പരിപാടിയൊക്കെ ഉണ്ടാവും. എത്ര ഭക്തിപൂർവമാണ് അവർ ആ ചടങ്ങിനെ വീക്ഷിക്കുന്നത്. എന്നിട്ട് ആ പെണ്ണിനെയായിട്ട് അവർ അങ്ങോട്ട് നീങ്ങുന്നത്, ഇങ്ങോട്ട് നീങ്ങുന്നത്, പോകുന്നത്, വരുന്നത്. നമുക്ക് പാടില്ലാത്ത വ്യക്തിപൂജയൊക്കെ അവിടെ നടത്തുന്നുണ്ട്, അല്ലേ? കാൽക്കൽ വീഴുന്നുണ്ട്, അനുഗ്രഹം ചോദിക്കുന്നുണ്ട്. പക്ഷെ അവര് അതിനെ കാണുന്നത് ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ്. പക്ഷെ നമ്മളോ
ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ നിക്കാഹിന് പോയിട്ട്, അപ്പോൾ ഇത് സ്ഥിരം പരിപാടിയാണ്, ഖത്തീബ് ഇരിക്കേണ്ട കസാലിൻ്റെ അടിയിൽ നിന്ന് പുക വരും. അപ്പം ഞാൻ വിചാരിച്ചെന്തെങ്കിലും വയറ് ഷോർട്ടായതേക്കും. അപ്പം നോക്കുമ്പോൾ പുക വരുത്തിയതാണ്. പുക അങ്ങനെ വരികയാണ്. നമ്മൾ ആദ്യമൊക്കെ വീട്ടിൻ്റെ അകത്ത് പുക ഉണ്ടെങ്കിൽ പുറത്ത് പോകാൻ വേണ്ടി ജനൽ തുറന്നുകൊടുക്കും, അല്ലെ പുകയോട് വെക്കും, ഇങ്ങനെയൊക്കെ. ഇത് പൈസ കൊടുത്ത് പുക ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ആകെ ഒരു പുകയാണ് ഇപ്പോൾ നമ്മളെ പരിപാടികളൊക്കെ. ഇപ്പം ഞാൻ ആരോ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ എന്തോ ഷോർട്ട്. അത് ഷോർട്ടല്ല ഉസ്താദേ, അത് അതിന് വെച്ചതാണോല്ലോ, ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരും പുക. ഞാൻ പറഞ്ഞു ചുരുങ്ങിയ പക്ഷം ഞാൻ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോയിച്ച് ചെയ്യണ്ട അറിഞ്ഞല്ല, നിങ്ങൾ ചെയ്യാതെക്കൂലെങ്കിൽ ചുരുങ്ങിയ പക്ഷം എനിക്ക് പുക ഇല്ലാത്തൊരു അന്തരീക്ഷമാണ് വേണ്ടത്. പുതിയ സ്റ്റേജിന്റെ മുകളിലേക്ക് ഇതല്ലേ മയ്യത്തെട്ടുമായിട്ടുള്ളൊരു സാധനല്ലേ, എന്താ അതിന് പറയാ, 4 കാല് പിടിച്ച് വരുന്ന ആ സാധനത്തിന്റെ അകത്ത് വരികയാണ്. അപ്പൊ ഇയാള് പറഞ്ഞെടുക്കണം ഇങ്ങനെ ആക്കുക, അപ്പൊ ഇങ്ങനെ ആക്കുന്നു, അപ്പൊ ഓൻ അവിടുന്ന് ഇങ്ങനെ ആക്കുന്നു. രണ്ടും ഇവനെടുക്കണം. പിന്നെ കൈ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഇതൊക്കെ ഓന്റെ ഓളല്ലേ എന്നാ ചോദ്യം. ഓന്റെ ഓള് സ്റ്റേജിൽ കയറിയിട്ടല്ലല്ലോ ഇത് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട്, എല്ലാ പിടുത്തവും വിട്ടൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് നമ്മക്ക് എന്നിട്ട് നമ്മക്ക് സ്വർഗം വേണം, നമുക്ക് എല്ലാം ഇവിടെ തന്നെ സ്റ്റേജിലും വേണോ, അവിടെ ചെന്നിട്ടും വേണോ എന്നാണ്. ഇപ്പൊ ഞാൻ പറയണത്, ആരെങ്കിലും ഒരാൾ നമ്മളെ മുഖത്തടിക്കുമ്പോൾ തിരിച്ചു തല്ലാൻ കഴിയാത്തപ്പോൾ ക്ഷമിച്ചു കൊടുക്കുന്നതിനല്ല സ്വബർ എന്ന് പറയാ. നമ്മൾ നമ്മുടെ ദീനിൽ ഉറച്ചു നിൽക്കുന്നതിനാണ് സ്വബർ എന്ന് പറയുന്നത്. അപ്പൊ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ച ഒരാളോട് ചിലപ്പോൾ പറയും, നിങ്ങളൊക്കെ എന്ത് പഴഞ്ചനാണ്, നിങ്ങൾ ഇങ്ങനെ പണ്ടത്തെ മാതിരി. ആയിക്കോട്ടെ, ഞാൻ കുറച്ച് പഴയതാണ്. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞല്ലോ, ബഷീറിനോട് ചോദിച്ചല്ലോ, നിങ്ങളെ മതം വളരെ പഴഞ്ചനാണല്ലോ. ബഷീറും അതെ, സൂര്യനും പഴയതാണ്, ചന്ദ്രനും പഴയതാണ്, കടലും കരയും ഒക്കെ പഴയതാണ്, എൻ്റെ ദീനും പഴയതാണ്. ഇത് എന്താ പ്രശ്നം? അപ്പോ നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് ഉണ്ടാവണം, നമ്മൾ അവിടെ ഉറച്ചു നിൽക്കണം. എന്ത് രസമായിരുന്നു പണ്ട് ഒരു പുതിയ കരഞ്ഞ് കണ്ണീരൊക്കെ തുടച്ച് മൂക്ക് തുടച്ച് അപ്പൊ ഒരാളെ ആശ്വസിപ്പിച്ച് എന്നിട്ട് പിന്നെ എന്താ പറയാ, അപ്പോ വാപ്പ കരഞ്ഞ്, അപ്പൊ ആങ്ങൾ അപ്പുറത്ത് തിരിഞ്ഞ് കണ്ണുടച്ചിട്ട് പിന്നെ വേഗം ധൈര്യം അഭിനയിച്ചു നിന്ന്. എന്താ അതിന്റെ ഒരു ആത്മീയ ടച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിപ്പോ ഇവിടെ തന്നെ ഡാൻസ് കളിച്ചിട്ടാണ് സ്റ്റേജിലേക്ക്. അപ്പൊ ഞാൻ പറയണത്, മുഅ്മിനീങ്ങളെ, നമ്മുടെ സ്വബർ എന്ന് പറയുന്നത് നമ്മുടെ ദീനിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നതിന്റെ പേരാണ്. ആ ആ ആ അതെ 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 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണോ ഹക്ക് അത് മറച്ചു വെച്ചിട്ടുള്ള കളിയാണ് അവിടെ കളിക്കുന്നത്. ചിരി എന്ന് പറയുന്ന മനുഷ്യന്റെ വികാരം യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് ഉള്ളുന്നാണ്. ഇവിടെ പക്ഷേ വീഡിയോഗ്രാഫർ പറയുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ചിരിക്കുന്നത്. അവളും അവനും അവരുടെ മാതാപിതാക്കളൊക്കെ. കാരണം ഇയാൾക്ക് ഏറ്റവും നല്ല പോസ് കിട്ടുന്നവരെ ചിരിക്കുകയാണ്. ആ ചിരി എന്തില്ല, കൽബിന്ന് വരുന്നൊരു ചിരിയല്ല, അത് ആക്ടിങ് ആണ്. നമ്മളെ സിനിമ, അതായത് ഞാൻ പറഞ്ഞത് സിനിമാറ്റിക് ആണ്. ആക്ഷൻ കട്ട് പറയുന്നതിന്റെ ഇടയിലാണ് സിനിമ. ആക്ഷൻ പറയുന്നത് വരെ ആ നടൻ എന്താണോ അതല്ല ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ വേറൊരു കഥാപാത്രമാവുകയാണ്. ഇതുപോലെ വിവാഹങ്ങളിലും ആകുന്നു. ആ സംഗതിയിൽ തൊട്ടാണ് ജീവിതം ആരംഭിക്കുന്നത്. അങ്ങനെ ആരംഭിക്കേണ്ടതല്ല ജീവിതം. അതുകൊണ്ടാണ് വിവാഹം ഒരു ആത്മീയമായ കാര്യമാണ്, നിക്കാഹ് ഒരു ആത്മീയമായ കാര്യമാണ് എന്ന അർത്ഥത്തിൽ വരുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക.
മുഅ്മിനീങ്ങളുടെ ലക്ഷണം അസ്വാബിരീൻ, അവർ സ്വബറുള്ളവരാണെന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, ദൗർബല്യത്തിന്റെ ക്ഷമയെക്കുറിച്ചല്ല, ഇസ്ലാമിക മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സഹനത്തെക്കുറിച്ച്, നിലപാടിനെക്കുറിച്ച്, തീരുമാനത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഖുർആൻ ക്ലാസ്സിൽ ഇരുന്നത് കേൾക്കാൻ നല്ല സുഖമായിരിക്കും, നിങ്ങൾ ചിരിച്ചു തരും, നിങ്ങൾ അംഗീകരിച്ചു തരും. കല്യാണം പറയുന്നത് നിങ്ങൾക്ക് എത്ര കഴിയുന്നു എന്നുള്ളത് അതിനനുസരിച്ചാണ് നിങ്ങളെ സ്വബർ കാണുക. അവിടെ അത് കുട്ടികൾ തീരുമാനിക്കുന്നത്. നമ്മളിപ്പോ എന്ന് പറഞ്ഞ് നിങ്ങൾ മാറും. എല്ലാവരും അങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, അവരിങ്ങനെയാണ് എന്ന് പറയും. നമ്മൾ റെഡി ആവുക എന്നത് നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. എല്ലായിടത്തും അങ്ങനെയാണ്. രണ്ടാമത്തെ സ്വഭാവം, നമുക്ക് ഇവിടുന്ന് അങ്ങ് പോലാ നല്ലത്. രണ്ടാമത്തെ സ്വഭാവം വസ്വാദിഖീൻ. സിദ്ഖ് എന്ന് പറഞ്ഞാൽ ഒരു യാഥാർത്ഥ്യം പൂർണ്ണമായി എന്താവലാണ് യോജിച്ചതാവുക, യാഥാർത്ഥ്യത്തിന് യോജിച്ചതാവുക. ഒരു കാര്യം പൂർണ്ണമായും യാഥാർത്ഥ്യത്തിന് യോജിച്ചതാകുന്നതിനെയാണ് സിദ്ഖ് എന്ന് പറയുക. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ, നമ്മുടെ നാവ് നമ്മുടെ മനസ്സിനോട് യോജിക്കുമ്പോൾ നമ്മുടെ വാക്ക് സിദ്ഖാവും. നമ്മുടെ നാവ് നമ്മുടെ മനസ്സിനോട് യോജിക്കുക, അപ്പോഴാണ് നമ്മുടെ വാക്ക് സിദ്ഖാവുക, സത്യമാവുക. നമ്മുടെ മനസ്സിലൊരു സാധനമുണ്ട്, നാവിൽ വേറെ ഒരു സാധനമാണെങ്കിൽ അത് സത്യാവൂല. അതിന് കദിബ് എന്നാണ്, കളവ് എന്നാണ് പറയാ. ഈ സിദ്ഖുള്ളവനെയാണ് സ്വാദിഖ് എന്ന് പറയുന്നത്. അതിന്റെ ബഹുവചനമാണ് സ്വാദിഖീൻ എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിൽ എന്താണോ ഉള്ളത് അത് തന്നെ പുറത്തു പറയാൻ കഴിയുക. അപ്പൊ മനസ്സിൽ മോശമായതാണെങ്കിൽ പുറത്തേക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ എന്തു വേണം? മനസ്സ് നന്നാക്കുക. ടാപ്പ് തുറന്നിട്ട് വെള്ളം കലങ്ങിയതാണ് എന്ന് പറഞ്ഞാൽ ടാപ്പിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ടാങ്കിൽ വെള്ളം കലങ്ങിയതായിരിക്കും നിറച്ചു വെച്ചത്. കലങ്ങിയ വെള്ളം ടാങ്കിൽ നിറച്ചു വെച്ചാൽ ടാപ്പ് തുറന്നാൽ എന്താ വരുള്ളൂ? കലങ്ങിയ വെള്ളം. അപ്പൊ വേണ്ടത് ആ ടാങ്ക് കാലിയാക്കി വൃത്തിയാക്കി കഴുകി നല്ല വെള്ളം നിറയ്ക്കുക. അപ്പൊ ടാപ്പ് തുറക്കുമ്പോൾ എന്താവും? നല്ല വെള്ളം. അപ്പൊ നമ്മുടെ വാക്കുകൾ സത്യസന്ധമാകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാകണം? സത്യം ഉണ്ടാകണം. ഒളിച്ചു വെക്കേണ്ടതൊന്നും ഉണ്ടാകരുത്. ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിന്, നമ്മുടെ വ്യക്തിത്വത്തിന്, എല്ലാറ്റിനും ബാധകമാണ്. നമ്മൾ തൊട്ടടുത്തിരുന്ന് ഒരാൾ മൊബൈലിൽ കളവ് പറയുന്നത് നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മളുടെ ആരുമല്ല അയാൾ എന്നിരിക്കട്ടെ, എന്നാൽ പോലും നമുക്ക് അയാളുടെ അടുത്ത് ഇരിക്കാൻ പിന്നെ ഒരു ഇടങ്ങേറായിരിക്കും. നമ്മളായിട്ടൊരു ബന്ധവുമില്ല. ഏതോ ഒരു മനുഷ്യൻ അയാൾ കരിക്കാമ്പോളത്ത് എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ അയാൾ ഫോൺ എടുത്തിട്ട് ഞാൻ കക്കോടി മുക്ക് കഴിഞ്ഞു ഇപ്പൊ എത്തും എന്ന് പറഞ്ഞാൽ നമ്മളത് കേൾക്കുകയാണ്. നമ്മളും അയാളുമായിട്ട് ഒരു ബന്ധവുമില്ല. അയാൾ കക്കോടി മുക്കല്ല, ഏത് മുക്കിലെത്തിയാലും നമുക്ക് പ്രശ്നവുമില്ല, നമ്മളെ ബാധിക്കുന്ന കേസേ അല്ല. എന്നാൽ പോലും നമുക്ക് അയാളുടെ ലേശം നീങ്ങിയിരിക്കാൻ തോന്നും. എന്താ കാരണം? അയാൾ കളവ് പറയുന്നു. ഒരു വായ്നാറ്റം പോലെ ആണ് കളവ് എന്ന് പറയുന്നത്. ഉള്ളിലുള്ളത് പുറത്തേക്ക് കെട്ട് ചീഞ്ഞു വരികയാണ്. അപ്പൊ മുഅ്മിനീങ്ങളുടെ സ്വഭാവവുമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല. നിഫാഖിന്റെ ലക്ഷണം പറഞ്ഞത് നിസ്കരിക്കൂല, നോമ്പെടുക്കൂല എന്നൊന്നുമല്ല, കളവ് പറയുന്നതാണ്. പക്ഷെ ചില ആളുകൾ വെറുതെ കളവ് പറയും, ഒരു കാര്യമില്ലാത്തതിനും കളവ് പറയും. എന്തെങ്കിലും ഒന്ന് നേടാനോ, ഒന്ന് മറച്ചു വെക്കാനോ, ഒന്ന് രക്ഷപ്പെടാനോ ഒന്നും അല്ലാതെ വെറുതെ കളവ് പറയാ. പുതിയ കാലത്ത് തള്ളൽ എന്ന് പറയുന്നൊരു കലാപരിപാടിയുണ്ട്. തുള്ളലല്ല, തുള്ളുക എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ അതല്ല, ഇത് തള്ളൽ എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
3 പ്രാവശ്യം നാശം എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ആര് റസൂലേ? ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുന്നവർ. പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല. 3-4 ആൾക്കാരിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക. ഒരാളൊരു വിറ്റടിച്ച്, അപ്പൊ എല്ലാവരും ചിരിച്ചു. അപ്പൊ അയാൾക്കൊരു മേൽക്കൈ കിട്ടി. അപ്പം വേറെ എന്തോന്നും ഉണ്ടാക്കിയിട്ട് ഇയാളും പറഞ്ഞു ഉള്ളതൊന്നല്ല. അപ്പൊ എല്ലാരും ചിരിച്ച്. എന്താ അയാളുടെ കാര്യം? എല്ലാരും ഒന്ന് ചിരിച്ചു. ഒരു ദോഷമൊന്നുമില്ലേന്, പക്ഷെ എന്നാൽ പോലും കളവ് പറയും. ചില ആളുകൾ പറയും, ഞാൻ കളവ് പറഞ്ഞൊന്നല്ല, വെറുതെ പറഞ്ഞു. എനിക്ക് പേടിയൊന്നുമില്ല, ചെറിയൊരു ഭയം എന്ന് പറഞ്ഞ പോലെ. ഈ വെറുതെ പറയണയാണ് കളവ് പറയാറിയാ. ആധുനികന്മാർ ചെയ്ത പണി കളവ് പറയാനായിട്ട് ഒരു ദിവസം ഉണ്ടാക്കിയിരുന്നു. ഏപ്രിൽ 1 എന്തും പറയാനുള്ള ലൈസൻസ്. എന്ത് സംസ്കാരമാണിത്? ആരെയും പറ്റിക്കാൻ. ഇപ്പൊ അതില്ലാന്ന് തോന്നുന്നു. അൽഹംദുലില്ലാ, അങ്ങനത്തെ ഒക്കെ എടുക്കപ്പെടട്ടെ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തമാശയിൽ പോലും കള്ളം പറയാത്തവർക്ക് സ്വർഗത്തിൽ ഒരു വീടിന് ഞാൻ ജാമ്യം. തമാശയിൽ പോലും കളവ് പറയും. ഞാൻ തമാശ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു കളവ് സത്യാവില്ല. ഇപ്പൊ അതിന് വേറൊരു പേരുണ്ട്. എന്താ, ആർക്കെങ്കിലും അറിയോ? പുതിയ ന്യൂ ജനറേഷൻ ആളെ പറ്റിക്കുന്നതിനൊരു സംഗതി ഉണ്ട്. ആർക്കെങ്കിലും അറിയാം? എനിക്ക് ആ വാക്ക് പെട്ടെന്ന് പ്രാങ്ക് അങ്ങനൊക്കെ ഉണ്ട്. അതായത് ഒരു സംഗതിയിൽ പച്ചക്കളവ് പറയാം, ഉമ്മാനോടോ കുടുംബക്കാരോടോ പറ്റിച്ച് ബേജാറാക്കി നാശമാക്കുക, എന്നിട്ട് പ്രാങ്കാണ്. ഭയങ്കര പ്രശ്നമാണ്. ചിലപ്പോൾ ഭാര്യയെ കുറിച്ച് ഇയാൾ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടാധീനങ്ങളൊക്കെ പറയും. ഓളാകെ ബേജാറാവും, എന്നിട്ടാകെ വല്ലാതാവും, കുടുംബം തെറ്റുന്ന അവസ്ഥയിലെത്തും, ചിലപ്പോൾ മരിക്കാൻ പോകുന്നുണ്ടാവും. അപ്പോൾ ഒരു പ്രാങ്കാണ്. ഇതിപ്പോഴത്തെ ഒരു കലാപരിപാടിയാണ്. ഇപ്പോൾ ന്യൂജൻ കുട്ടികളിലുള്ള ഒരു സാധനമാണ് ഇതൊക്കെ. ഈ ഏപ്രിൽ ഫുൾ പോയിട്ട് കാര്യമില്ല, അതിന്റെ ഇരട്ടിയുള്ള വന്നിട്ടാ മറ്റേ പോയത്. അപ്പൊ തമാശയിൽ പോലും കള്ളം പറയരുത്. ഖുലിൽ ഹഖ് വ ഇൻ കാന മുർറ. നിങ്ങൾ ഹക്കായതേ പറയാവൂ, അത് കയ്പുള്ളതാണെങ്കിൽ. ഒരു സത്യം നിങ്ങളെടുത്തുണ്ട്, അതെല്ലാവരോടും പോയി പറയണമെന്നൊന്നുമില്ല. ഒരു സത്യം അവസരത്തിലും അനവസരത്തിലും പോയിട്ട് നിങ്ങൾ ആ സത്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നൊന്നുമില്ല. ഒന്നെങ്കിൽ നല്ലത് പറയാ, അല്ലെ മിണ്ടാതിക്കുക. മിണ്ടാതിക്കലും ഒരു ഇബാദത്താണ്. അപ്പോൾ സത്യവാന്മാർ, സത്യസന്ധരായ ആളുകൾ എന്നത് മുത്തഖീങ്ങളുടെ, സ്വർഗവാസികളുടെ ഒരു സ്വഭാവമാണ്. നമ്മൾ പരിശോധിക്കണം, നമ്മുടെ വാക്കിൽ എപ്പോഴെങ്കിലും ഗൗരവമുള്ളതോ ഇല്ലാത്തതോ ആയ കള്ളങ്ങൾ വരുന്നുണ്ടോ? കുട്ടികളോടും പറയരുത്, മുതിർന്നവരോടും പറയരുത്, ഭാര്യനോടും പറയരുത്, ഭർത്താവിനോടും പറയരുത്. കാരണം ഇത് നമുക്ക് വലിയ ബാധ്യതയാണ്. ഒരാളൊരു കളവ് പറഞ്ഞാൽ അയാൾ പിന്നെ അതും ആലോചിച്ച് നടക്കണ്ടേ. ആ കളവ് ഇങ്ങനെ സംരക്ഷിക്കാൻ വേറെ കുറേ അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കണ്ടേ, ഒരുപാട് സാധനം ഒളിപ്പിച്ചു വെക്കണ്ടേ, ഒരുപാട് ആളെ അതിനെ കൂട്ടുപിടിക്കണ്ടേ. സത്യമാണ് പറയണമെങ്കിൽ ഫ്രീ ആയില്ലേ, പിന്നെന്താ പ്രശ്നം? ഒന്നൊന്നുമില്ല, കഴിഞ്ഞ് അതോട് കൂടിയിട്ടത് കഴിഞ്ഞു. അപ്പോൾ കള്ളം പറയരുത്. ഇപ്പൊ കുട്ടികളോടാണെങ്കിലും കള്ളം പറഞ്ഞു പോകരുത്. ഡോക്ടർ അടുത്ത് പോവാണെന്ന് പറഞ്ഞ് കല്യാണത്തിന് പോകരുത്, ആ കളവാണ്. പിന്നെ ഡോക്ടർ അടുത്ത് പോയതായിട്ട് അഭിനയിക്കണം, ഡോക്ടർ അടുത്ത് പോയതായിട്ട് അതിനങ്ങനെ ഒരുപാട് സംഗതി പിന്നെ അതിനുണ്ടാക്കിയെടുക്കണം. മലയാളത്തിൽ പറയാ, കല്യാണത്തിന് പോവാണ്, മോനെ കൂട്ടാൻ പറ്റാത്ത സ്ഥലമാണ് എന്ന് പറയാൻ എന്താ ഇപ്പം? കുറച്ച് കരയേക്കും, കരഞ്ഞോട്ടെ. കുറച്ച് കഴിഞ്ഞാൽ മോന് മനസ്സിലാവും ഏത് ഘട്ടത്തിലും സത്യമേ പറയാൻ പാടുള്ളൂ എന്ന് മനസ്സിലാവും. അങ്ങനെയുള്ളൊരു മോനാണോ നിങ്ങൾക്ക് വേണ്ടി? തൽക്കാലമുള്ളൊരു കരച്ചിൽ ഒഴിവലാണോ വേണ്ടിയെന്ന് ആലോചിച്ചാൽ അങ്ങനെയാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്കത് എളുപ്പം മനസ്സിലാവും. ആദ്യത്തില് ശീലം ഇല്ലെങ്കിൽ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും, പക്ഷെ അത് പിന്നെ അങ്ങ് മാറിക്കോളും.
വസ്വാദിഖീൻ. പിന്നെന്താ പറഞ്ഞത്? ഈ ഉള്ളിലുള്ളതും പറയുന്നതും തമ്മിൽ എത്രത്തോളം അകലുണ്ടാവുന്നോ അത്രത്തോളം നിഫാഖ് ഉണ്ടാവുകയാണ് ചെയ്യുക. നഫഖ് തുരങ്കം, ഉള്ളു പൊള്ളയായിരിക്കും, പുറമെ കാണാൻ വേറൊരു കോലായിരിക്കും. ഖാനിതീൻ എന്നാണ്. ഖുനൂത്ത് എന്നത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു പദമായിരിക്കും. വിധേയത്വം, വണക്കം, എളിമത്തം. ഇതാണ് മുത്തഖീങ്ങളുടെ ഒരു സ്വഭാവം. എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, ഞാൻ കുറെ അമലൊക്കെ ചെയ്ത് ഒരു സംഭവമാണ് എന്നുള്ള നിലക്കായിരിക്കൂല. ഞാൻ ഖുർആനൊക്കെ പഠിച്ച ആളാണ്, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഒരാൾ അങ്ങനെയല്ല ഉണ്ടാവാം. വളരെ എളിമ ആയിരിക്കും. അല്ലാഹുവിന്റെ റസൂലെ, എന്തിനാണ് ഇങ്ങനെ നിന്നിട്ട് പ്രയാസപ്പെട്ട് നിസ്കരിക്കുന്നത്? കാലിൽ നീരൊക്കെ വന്നല്ലോ, എല്ലാം പുറത്തു നിന്നിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ? അഫലാക്കൂൻ അബ്ദൻ ശുക്കൂറ ആഴ്ച, നന്ദിയുള്ള ഒരു അടിമയാവണ്ടേ? ഞാൻ പോരായികയാണ്, ഇനിയും ചെയ്യേണ്ടതുണ്ട്, ഇനിയും ധാരാളമായിട്ട് ഞാൻ ചെയ്യണം. ഞാൻ വളരെ കുറച്ചാണ് ചെയ്തിട്ടുള്ളൂ. നമ്മളെ പരിശോധിക്കുക ആരുമായിട്ടാണ്? നമ്മളെ ജീവിതത്തിന് 2 വാതിലുണ്ട് എന്ന് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. 2 ജനല്. ഒരു ജനല് തുറന്നു നോക്കിയാൽ നമ്മളെക്കാൾ ഭൗതിക വിഭവങ്ങളുള്ളവരെ മാത്രമേ കാണുള്ളൂ. നമ്മളെ വീടിനേക്കാൾ വലിയ വീട്, നമ്മളെ കാറിനേക്കാൾ വലിയ കാറ്, നമ്മളെ മൂപ്പരേക്കാൾ നല്ല മൂപ്പര്, അങ്ങനെ ഉണ്ടാവും. നമ്മളെ പുരയിലുള്ളോളെക്കാട്ടിൽ ഉസാറുള്ളോള്, എല്ലാം ജോറാണ്. പറയുകയും ചെയ്യും, അയലത്ത് അദ്ദേഹം എന്ന് പറയുന്ന ഒരു ചൊല്ലുന്നുണ്ട്. അയലത്ത് അദ്ദേഹത്തെ നോക്കൂ, അയാളെ ശരിക്കും കോലം കാണണമെങ്കിൽ നമുക്കറിയില്ലല്ലോ. അപ്പോ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട്. അപ്പൊ ഒരു ജനൽ പറഞ്ഞാൽ അതേ കാണും. വേറൊരു ജനലുണ്ട്, ആ ജനല് നമ്മളെക്കാൾ ചെറുതാണ് കാണുള്ളൂ. നമ്മള് ആ ജനല് തുറക്കുകയില്ല. ആ ജനൽ അടച്ചിട്ട് ഒരു പട്ടിക എടുത്ത് ക്രോസിൽ അടച്ചാളും, കാണുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറൂ ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങൾ നോക്കേണ്ടത് ആ ചെറിയവരിലേക്കാണ്. അങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ലഭിച്ച നിഅമത്ത്. അപ്പൊ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിഅമത്തിൽ നിങ്ങൾ പോരായികകൾ കാണുന്നത്, നിങ്ങൾ താരതമ്യപ്പെടുത്തുന്നത് എങ്ങോട്ടായിട്ടാണ്? അതേസമയം നിങ്ങൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ നിഅമത്ത് എന്താ നിങ്ങൾക്ക് ബോധ്യപ്പെടും. നമ്മളുടെ ജീവിതത്തിൽ താഴെയുള്ളവരെ നോക്കലുണ്ട്. എവിടെ നോക്കുക അറിയോ? ഭൗതിക വിഭവങ്ങളുടെ കാര്യത്തിലല്ല, അമലിന്റെ കാര്യത്തിൽ. കള്ളം കുടിച്ചു വന്നിട്ട് ഉമ്മനെ തല്ലണ ഊരൊക്കെ ചവിട്ടുന്ന ഒരുത്തനെ നോക്കിയിട്ട് നമ്മളിങ്ങനെ ആശ്വസിക്കും, ഞാനൊക്കെ എത്ര ബെറ്ററാണ്, ഞാനങ്ങനൊന്നും ഇല്ലല്ലോ, ഞാനൊക്കെ വളരെ ഉഷാറായിട്ട് ഉമ്മനെ നോക്കിയണല്ലോ. ഞാൻ ആരുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത്? ഒരിക്കലും നിസ്കരിക്കാത്ത, യാതൊരു ദീനീ ലക്ഷണവും ഇല്ലാത്തവനെ നോക്കിയിട്ട് നമ്മൾ സമാധാനിക്കും. അങ്ങനൊന്നല്ല, നമുക്ക് ഉഷാർ. ഈ താരതമ്യം തെറ്റിപ്പോയി. അമലിന്റെ കാര്യത്തിൽ, ഉഖറവിയായ കാര്യത്തിൽ നമ്മൾ താരതമ്യപ്പെടുത്തേണ്ടത് നമ്മുടെ മേലെയുള്ളവരിലേക്കാണ്. അപ്പൊ അതെല്ലാം തുറക്കണ്ടത്. ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മുടെ താഴെയുള്ളവരിലേക്ക്, വീടില്ലാത്ത, യത്തീമായി ജനിച്ച, അല്ലെങ്കിൽ ശാരീരിക ശേഷിയില്ലാത്ത, അല്ലേ, അങ്ങനെയുള്ളവരിലേക്ക് നോക്കൂ. ഇപ്പൊ മുഅ്മിനീങ്ങൾ ഖാനിതീനീങ്ങളായിരിക്കും എന്ന് പറഞ്ഞാൽ അവര് എളിമത്വമുള്ള, വിധേയത്വമുള്ള, ഭക്തിയുള്ള, ഇനിയും ചെയ്യണം അമലുകൾ എന്ന് തോന്നുന്ന. കഅബ ഉണ്ടാക്കിയിട്ടാണല്ലോ പ്രാർത്ഥിച്ചത്, റബ്ബന തഖബ്ബൽ മിന്ന, അത് സ്വീകരിക്കണേ. ഞാൻ ഉണ്ടാക്കിയാണെങ്കിൽ ആണോ സ്വീകരിച്ചോ എന്നുള്ള സ്വഭാവത്തിലല്ല, സ്വീകരിക്കണം. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സ്വഭാവം അല്ലാഹു തആല ചെയ്തു തന്നിട്ടുള്ള ഔദാര്യമാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാനങ്ങ് നേടിയതല്ല. എൻ്റെ കയ്യിലുള്ളതെല്ലാം അല്ലാഹു ഔദാര്യമായി തന്നിട്ടുള്ളത്. നമുക്ക് അതിന് അള്ളാഹ് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. സമ്പന്നരായ ആളുകൾ ദരിദ്രരായി പോകുന്നത്, കൂട്ടുകുടുംബങ്ങൾ ധാരാളമുള്ളവർ ഒറ്റപ്പെട്ടു പോകുന്നത്,
വലിയ വലിയ മണിമാളികൾ തകർന്നു പോകുന്നത്, ഉരുൾപൊട്ടലുണ്ടാകുന്നത്, ഭൂകമ്പമുണ്ടാകുന്നത്, അപകടം ഉണ്ടാകുന്നത്, അത്യധികം വലിയ ഗുരുതരമായ രോഗങ്ങൾ വന്നുകൊണ്ട് കഷ്ടപ്പെടുന്നത്, പെട്ടെന്ന് മരിച്ചു പോകുന്നത് അല്ലേ? നിങ്ങളാ ജുനൈസ് മരിക്കണ രംഗം കണ്ടോ വീഡിയോയില്? നിയമസഭയിലെ ഓണാഘോഷത്തിനിടെ നിങ്ങൾ ആലോചിച്ച് നോക്കും. മരണം എന്ന് പറയുന്നത് എന്തൊരു വല്ലാത്ത. ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട്. ലൈബ്രറിയനാണ് നിയമസഭയിലെ, വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയുള്ള ജുനൈസ്. ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ ചടുലമായി ആവേശത്തിൽ ഒരു ക്ഷീണം നമുക്ക് കാണാനില്ല. അങ്ങനെ നൃത്തം വെച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് കമിഴ്ന്ന് വീണ്. അപ്പൊ കൂടെ ഉള്ളവർ പിന്നെ ഡാൻസ് തുടരുകയാണ്. കാരണം ഓരോ സ്റ്റെപ്പ് തെറ്റി പോവാതിരിക്കാം, പിന്നെ എന്തോന്ന് കാല് തെറ്റി വീണതോ എന്തോ ആയിരിക്കാം, സ്റ്റെപ്പ് തെറ്റാതിരിക്കാം, അവരൊക്കെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പക്ഷെ കമിഴ്ന്ന് നടക്കുന്നുണ്ട് പോലും വന്നിട്ട് എടുത്തു നോക്കി, ആള് മരിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ വെച്ച അവസാനത്തെ നൃത്തച്ചുവടിന്റെ നേരത്തു പോലും അയാൾക്ക് മനസ്സിലാവണില്ല എന്ത്, ഞാൻ അവിടുന്ന് പോവാണ്. അങ്ങനെയാണെങ്കിൽ നന്ന ചുരുങ്ങിയത് അയാൾ ആ ഡാൻസിന് പോരാ. അപ്പൊ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ കിട്ടിയിട്ടും നീ പറയാണ് ഞാൻ എൻ്റേത്, എൻ്റെ കഴിവ്, എൻ്റെ സമ്പാദ്യം, ഞാൻ ഉണ്ടാക്കിയത് എന്ന്. അപ്പൊ അത് അള്ളാഹു നമുക്ക് തരുന്ന ചില സൂചനകൾ തിരുത്താൻ, മനസ്സിലാക്കാൻ. അങ്ങനെയാണ്. അപ്പൊ അവിടെ നമ്മൾ വിനയാന്വിതരാവുക, വിധേയത്വമുള്ളവരാവുക. ഈ കിട്ടിയ ആയുസ് അള്ളാഹു തന്നിട്ടുള്ളതാണ്. നമ്മളെ കൂടെ ഉള്ള പലരും പോയി, ഞാനായിട്ട് ഇങ്ങനെ വമ്പനായിട്ട് നിൽക്കുന്നല്ല, എനിക്ക് അള്ളാഹു ഇനിയും അവസരം തന്നു. എല്ലാം അള്ളാഹു നൽകിയ ഔദാര്യമാണ് എന്ന ബോധത്തോടെ നിൽക്കുന്നവരാണ് ഖാനിതീൻ. സ്വർഗവാസികളുടെ വേറൊരു ഗുണമാണ് മുൻഫിഖീൻ, ഉദാരത, കൊടുക്കുന്നവരാണ്, ധാരാളമായിട്ട് ചെലവഴിക്കുന്നവരാണ്. ഈ ചെലവഴിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉള്ളടങ്ങിയ ഒരു കാര്യമാണ് അവർ സമ്പാദിക്കുന്നവരും കൂടിയാണ്. സമ്പാദിക്കാണ്ട് ചെലവഴിക്കാൻ പറ്റൂല. അത് സ്വർണവും വെള്ളിയും കറൻസിയും തന്നെ ആയിക്കൊള്ളണം എന്നില്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇസ്ലാമിലെ നിയമമാണ് ഭൂമി തരിച്ചിടാൻ പാടില്ല, വെറുതെ ഇട്ടക്കരുത്. ഒന്നെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്യണം, അല്ലെ കൃഷി ചെയ്യുന്നവർക്ക് കൃഷി ചെയ്യാനെങ്കിലും കൊടുക്കണം. കൃഷിഭൂമി കർഷകന് കൊടുക്കണം. ചുരുങ്ങിയ പക്ഷം നിങ്ങളുടെ ഉടമസ്ഥതയെ നിർത്തിക്കൊണ്ട് കൃഷി ചെയ്യാനെങ്കിലും കൊടുക്കണം. സ്വർണവും വെള്ളിയും വെറുതെ വെച്ചേക്കരുത്. അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ കൂടുതൽ കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ചില ആളുകൾ എന്തിനുണ്ടാക്കാനാണ്, ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കൊടുത്തുകൂടെ? ഒരു കവറിൽ കുറച്ച് മണ്ണിടുക, ഒരു ലേശം ചാണപ്പൊടി എന്തോ സാധനമൊക്കെ ഇട്ടിട്ട് ഒരു ചീരാമുളക് കയ്യിൽ നട്ടാൽ അത് നിറച്ചുണ്ടായി വരും. അതിപ്പോൾ എന്തിനാ 100 മുളക് അവിടുന്ന് വാങ്ങിയാൽ പോരെ? അങ്ങനെയല്ല. പുരയിൽ വിരുന്ന് വന്ന ഒരാൾക്ക് ഇതെല്ലാം പാകമായതൊക്കെ പറിച്ചൊരു വായൻ്റെ ഇലയിൽ പൊതിഞ്ഞ് കൊടുത്താല് ഒരു ചമ്മന്തിക്ക് അത് തൊട്ട് കൂട്ടും. അൽഹംദുലില്ലാ. ആ കൊണ്ടുപോയ മുളകിൽ നിന്ന് വേറൊരു തൈ അവിടെ ഉണ്ടായാല് അതിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന 1000കണക്കിന് മുളക്. എന്താപ്പത്? നമ്മൾ ചെയ്യുന്ന ചെറിയ ഒരു സമയം നമ്മൾ മുടക്കിയാൽ നമുക്ക് കിട്ടുന്ന വലിയ പ്രതിഫലം. ഒരു കർമ്മസ്ഥായി നട്ടു, അത് പാകെ അടുത്ത വരലേക്ക് കൊടുത്തു. ഒരു മുരിങ്ങൻ്റെ ഉണ്ടാക്കി ഇല ഒടിച്ചിട്ട് അപ്പുറത്തെ ഒരാൾക്ക് കൂട്ടാൻ വെക്കാൻ കൊടുത്തു. മീൻ കിട്ടാത്ത പോക്ക് വലിയ ആശ്വാസമായി. കൂട്ടാൻ വെക്കാൻ മുരിങ്ങൻ്റെ ഇല ഇട്ട്. ചെറിയ കാര്യമാണ്. നിങ്ങൾ ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് വലിയ വലിയ സക്കാത്ത് ഇങ്ങനെ നീണ്ട നേരെ പോരൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു, ഇങ്ങനെ കൊടുക്കുന്നു, അത് മാത്രമൊന്നല്ല. യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണത്, ചെലവഴിക്കുക എന്ന് പറയും. അവ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക എപ്പോഴും. എന്താണോ കയ്യിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ട്. അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മാപ്പിളമാര് പലഹാരം ഉണ്ടാക്കാനൊക്കെ ശീലിച്ചത്. നമ്മളതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് മാത്രമാണ് പലപ്പോഴും കേൾക്കാറുള്ളതെന്നേ ഉള്ളൂ, വെറുവും പലഹാരം എന്നൊക്കെ. പക്ഷെ അങ്ങനല്ല. നമ്മൾ ആളുകളെ സൽക്കരിക്കുന്നു, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അത് ഏറ്റവും നന്നായി കൊടുക്കുന്നു, ഇഹ്സാനോട് കൂടി കൊടുക്കുന്നു. അത് സെർവ് ചെയ്യുന്ന സമയത്ത് ഡെക്കറേറ്റ് ചെയ്യുന്നതിൽ പോലും നമ്മൾ സൂക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നത്
ഇത് നല്ല കാര്യമാണ്. പക്ഷെ ആർഭാടങ്ങൾ ഒഴിവാക്കണം, നിയ്യത്ത് മാറിപ്പോകരുത് എന്നൊക്കെ ഉള്ളൂ. ഒക്കെ സൂക്ഷിച്ചാൽ നന്നായിട്ട് പ്രതിഫലം കിട്ടുന്ന കാര്യം. അപ്പൊ മുൻഫിഖീൻ ചെലവഴിക്കുന്നവരാണ്. സമ്പത്തിന്റെ ഉടമ ഞാനല്ല എന്ന ബോധം അവർക്ക് നന്നായി ഉണ്ട്. സമ്പത്തിന്റെ ഉടമ അള്ളയാണ് എന്നും അള്ളാഹു എനിക്ക് തന്നേൽപ്പിച്ചതാണ് എന്നുള്ള ബോധമുണ്ട്. ഇപ്പൊ ഈ ഖുർആൻ ക്ലാസ്സിൽ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാള് എന്തോ കൊടുത്തയച്ചു വിചാരിക്കുക. ആ കൊണ്ടുവരുന്ന ആൾ അയാൾ സ്വന്തം നിന്ന് കളഞ്ഞാലോ? അപ്പൊ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, ഖുർആൻ ക്ലാസ്സിന് വരുന്നവർക്ക് കൊടുക്കാൻ തന്നാ ഞാനും ഖുർആൻ ക്ലാസ്സിന് ഇരുന്ന ആളാണല്ലോ, അന്നൽക്ക് തിന്നാന്ന് പറഞ്ഞാലോ? അന്നൽക്ക് അയാൾക്ക് തിന്ന എത്ര തിന്ന? എല്ലാവർക്കും കൊടുക്കും പോലെ തിന്ന. ശരിയല്ലേ? ശരിയാണെങ്കിൽ സമ്പത്തിന്റെ കാര്യം എങ്ങനെയാണ്? ഹഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം, തടയപ്പെട്ടവനും ചോദിച്ചു വരുന്നവനും നിങ്ങളുടെ സമ്പത്തിൽ ഹക്കുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെത് കൂടിയാണ് നിങ്ങളെടുത്ത് തന്നത്. അത് നിങ്ങൾ സ്വന്തം എടുക്കരുത്, അതെല്ലാവർക്കും ഉള്ളതാണ്. ഇനി വൽ മുസ്തഗ്ഫിരീൻ, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകളാണ്. അത് ഒരുപാട് കുറ്റങ്ങൾ ചെയ്തതുകൊണ്ടല്ല കേട്ടോ, ഒരു കുറ്റവും ചെയ്തില്ല, എന്നാൽ പോലും എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ, തകരാറുകൾ, പാളിച്ചകൾ ഉണ്ടാകാമല്ലോ എൻ്റെ സംസാരത്തിലോ നോട്ടത്തിലോ ചിന്തയിലോ സംഭവിക്കാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100 തവണ, നമ്മൾ അതിനെ നിസ്സാരമായിട്ട് കാണരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ പാപങ്ങളും കുറ്റങ്ങളും തെറ്റുകളും ഇല്ലാതെ സുരക്ഷിതമാക്കപ്പെട്ട ആളാണ്. പിന്നെന്തിനാ ഇസ്തിഗ്ഫാർ? അപ്പൊ ഇസ്തിഗ്ഫാർ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത് പരലോകത്ത് മാത്രമല്ല, നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് മഴ വർഷിച്ചു തരും, സമ്പത്ത് തരും, സന്താനങ്ങളെ തരും, തോട്ടങ്ങൾ തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇസ്തിഗ്ഫാറിന്റെ ഗുണങ്ങളാണ്. എന്താ ഇപ്പൊ നമുക്ക് ചെലവ്? നമ്മൾ ബാക്കിയെല്ലാം നിർത്തി വെക്കണോ? പീടിയ പൂട്ടണോ? ഓരോ കൂട്ടി അങ്ങോട്ടോ പോകണോ? ഒന്നും വേണ്ട. നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ചെയ്യാൻ പറ്റുന്ന അസ്തഗ്ഫിറുല്ലാ. ഈ ദിക്ർ എന്ന് പറയുന്നത് കൽബിന്റെ അകത്ത് മാത്രം ഉണ്ടാവേണ്ടതല്ല. കൽബിന്റെ അകത്ത് ഇല്ലാതെ നാവിൽ ഉണ്ടായിട്ട് കാര്യമില്ല. പക്ഷെ കൽബിന്റെ അകത്ത് മാത്രം ഉണ്ടാവേണ്ടതല്ല, അത് നാവിലേക്ക് വരണം. ദിക്ർ കൊണ്ട് നനഞ്ഞ ചുണ്ടും നാവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അസ്തഗ്ഫിറുല്ലാ. ഒരു ചെലവില്ലല്ലോ. നാവിന് വളരെ ലഘുവായതും മീസാനിൽ കനം തൂങ്ങുന്നതുമായ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കലിമത്താനി ഹബീബത്താനി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം പറഞ്ഞിട്ടെന്താ നമ്മൾ ചെല്ലണ്ടേ? ചെല്ലാനല്ലേ ഇപ്പൊ ഇതൊക്കെ ഉള്ളൂ. പക്ഷെ ഇവിടെ മുസ്തഗ്ഫിരീന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു വാക്കുകൂടി പറഞ്ഞു, ബിൽ അസ്ഹാർ. എന്താണത്? സിഹിർ എന്ന് പറഞ്ഞില്ലേ? സിഹിർ കിട്ടണം. ആദ്യമായിട്ട് കേൾക്കണമാതിരി. മരണം അത് അവ്യക്തമായൊരു സാധനമാണ് അല്ലേ? നമ്മുടെ സിഹിർ എന്ന് പറയും. സുഹൂർ എന്ന് കേട്ടിട്ടുണ്ടോ? സുഹൂർ കേട്ടില്ല അല്ലേ? ഗൾഫിൽ പോയ ആരുമില്ല ഇവിടെ? അത്താഴം, ഇഫ്താറും സുഹൂറും. ഇഫ്താർ നോമ്പോറ, സുഹൂർ എന്ന് പറഞ്ഞാൽ അത്താഴം. അത്രേ ഉള്ളൂ. എന്നാണ് രാത്രി ഇങ്ങ് തീരുകയും ചെയ്യുന്നു, പകലിട്ട് തുടങ്ങിയിട്ടുമില്ല. അങ്ങനത്തെ ഒരു സമയം. രാത്രിയുടെ അന്ത്യയാമം, അതാണ് അസ്ഹാർ എന്ന് പറയുന്നത്. അപ്പോൾ പാപമോചനം എല്ലായ്പ്പോഴും തേടിക്കൊണ്ടിരിക്കും, ഇസ്തിഗ്ഫാർ എപ്പോഴും തേടിക്കൊണ്ടിരിക്കും. എന്നാൽ ബിൽ അസ്ഹാർ, അന്ത്യയാമങ്ങളിൽ പ്രത്യേകമായിട്ട്. ഇപ്പൊ രാത്രിയുടെ അന്ത്യയാമങ്ങൾ, സുബഹിന്റെ മുമ്പ് നമ്മൾ അത്താഴം കഴിക്കുന്ന സമയം, അതാണ് ആ സമയത്തുള്ള ഇസ്തിഗ്ഫാർ. നല്ല കഥയായി. സാബിറോ ആവാൻ കഴിഞ്ഞില്ല, സാദിഖോ ആവാൻ കഴിഞ്ഞില്ല,
കാനിത്തീനിലും പെട്ടില്ല. ആകെ ഒരു പ്രതീക്ഷ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതിയിരുന്നതാണ്. അതിന്റെ സമയം പറഞ്ഞു നോക്കുമ്പോ അങ്ങനെയാണോ? അപ്പോ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഏതായാലും സുബൈക്ക് എണീക്കണം. സുബൈക്കല്ല എണീക്കേണ്ടത്, ഫജറിനാണ്. സുബൈ എന്ന് പറഞ്ഞാല് രാവിലെ എന്നാണ്. ശരിക്കും ഫജറാണ്, സ്വലാത്തുൽ ഫജർ. സുബൈ നമ്മളിൽ പല ആൾക്കാരും നിസ്കരിക്കുന്ന ഒരു സമയത്തിന് പറയണതാണ്. യഥാർത്ഥത്തില് ഫജറാണ്. അപ്പോ സ്വലാത്തുൽ ഫജർ അത് ബാങ്ക് കൊടുക്കുന്നതിന്റെ കുറച്ചു മുമ്പേ നമ്മൾ അത്താഴം കഴിക്കാൻ എണീക്കണമായിരുന്നു എണീക്കുക. എന്നിട്ട് തുടക്കത്തിൽ ഒരു 3 റക്അത്ത്, ആദ്യം തന്നെ 9 നിസ്കരിച്ചിട്ട് പിന്നത്തെ ദിവസം നിസ്കരിക്കാണ്ടായി പോണ്ട. ഒരു 3 തുടങ്ങ, ചെറിയ സൂറത്തൊക്കെ ഓതിയിട്ട് പിന്നെ അത് ശീലമായതിൻ്റെ ശേഷം മെല്ലെ എണ്ണം കൂട്ടി വരിക. 5ലേക്കും 7ലേക്കും ഒക്കെ ആക്കാൻ പറ്റും. ഇനി തഹജ്ജുദ് നിസ്കരിക്കാൻ എണീച്ച കാരണത്താൽ തഹജ്ജുദ് നിസ്കരിച്ച് ക്ഷീണിച്ചുറങ്ങി സുബഹി കട്ടായി പോവുകയും ചെയ്യരുത്. അപ്പൊ അതിൻ്റെ ഒരു സന്തുലിതത്വത്തിൽ താളത്തിൽ ചെയ്താൽ, ശീലമാക്കിയാൽ അയക്കവാഹുലഹു, കുടുംബക്കാരെയും എല്ലാം വിളിച്ചുണർത്തുക. പുറയുള്ളവരൊക്കെ വിളിച്ചുണർത്തിയിട്ട് അതൊരു ശീലം. ആദ്യത്തെ ദിവസം വിളിച്ചുണർത്തരുത്, കാരണം അത് നിങ്ങളൊരു ആവേശത്തിൽ ആദ്യത്തെ ദിവസം എണീച്ച് ബാക്കി എല്ലാവരെയും അങ്ങനെയല്ല. നിങ്ങൾക്ക് ശീലാവട്ടെ, എന്നിട്ട് തൊട്ടെടുത്താൽ വിളിച്ചുണർത്തി ചെയ്താൽ അത് പകൽ മുഴുവനും അള്ളാഹുവിൻ്റെ കാവൽ നമുക്കുണ്ടാവാൻ കാരണമാണ്. നമ്മളെ മനസ്സിൻ്റെ, നമ്മൾ വെറുതെ പോയിട്ട് ടെൻഷൻ മാറാൻ ടാബ്ലറ്റ് കുടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെല്ലാ ടെൻഷനും മാറുന്ന, നമുക്ക് ഉറച്ച നിലപാടെടുക്കാൻ കഴിയുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ദൗത്യം ഏറ്റെടുക്കുന്ന സമയമായപ്പോൾ അള്ളാഹ് പറഞ്ഞത് ഖുമില്ലൈല ഖലീലാ, പകലിതാ നിനക്ക് വലിയ പണി വരാൻ പോവാണ്, അതുകൊണ്ട് ഈ രാത്രി നിന്ന് നിസ്കരിച്ചോണം. പകൽ സമയങ്ങളിൽ ജോലിഭാരം വർദ്ധിക്കുമ്പോൾ അതിന് ഏറ്റവും നല്ല ആശ്വാസം കിട്ടുക ഭൗതികമായിട്ട് ചിന്തിച്ചാൽ രാത്രി കിടന്നുറങ്ങിയാലാണ്. അങ്ങനല്ല, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അല്പമെങ്കിലും ആ നമസ്കാരം നിർവഹിക്കുക. അപ്പോൾ അന്ത്യയാമങ്ങളിലെ ഇസ്തിഗ്ഫാറിന്റെ വ്യവസ്ഥാപിതമായ രൂപമാണ് തഹജ്ജുദ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിലെ ഇസ്തിഗ്ഫാറിന്റെ വ്യവസ്ഥാപിതമായ രൂപമാണ് തഹജ്ജുദ്. ഇനി നിങ്ങൾ തൊട്ട് മേലെ പഠിച്ച ആയത്തിലേക്ക് പോവാം. അതേതാന്ന് വെച്ചാൽ 14-ാമത്തെ ആയത്താണ്. 14-ാമത്തെ ആയത്തിൽ പറഞ്ഞ സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാത്ത് എന്ന് പറഞ്ഞില്ലേ കുറെ കാര്യങ്ങൾ. ഇണകൾ, മക്കൾ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ, മേത്തരം വാഹനങ്ങൾ, കന്നുകാലികൾ, കൃഷിയിടങ്ങൾ, ഇതൊക്കെ അലങ്കാരമാക്കപ്പെടുക ഈ പറഞ്ഞ സ്വഭാവമുള്ളവർക്കാണ്. ഈ പറഞ്ഞ സ്വഭാവം ഇല്ലാത്തവരെ സംബന്ധിച്ച് ഈ വിഭവങ്ങളൊക്കെ വലിയ പരീക്ഷണമാണ്, പ്രതികൂലമായ സാക്ഷ്യമാണ്. പരലോകത്ത് കഷ്ടപ്പെടേണ്ടി വരുന്ന വിഭവങ്ങളാണ്. الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار ആണോ നിങ്ങൾ? എങ്കിൽ മക്കളും സ്വർണവും വെള്ളിയും പിന്നെ ഇണകളും കൃഷിയിടങ്ങളും വാഹനങ്ങളും എല്ലാം നിങ്ങൾക്ക് നല്ലതിനാണ്. ഈ പറഞ്ഞതല്ലേ ഇതൊക്കെ തന്നെ നിങ്ങളുടെ നാശകാരണങ്ങളും ആകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന്, ശമനമില്ലാത്ത രോഗങ്ങളിൽ നിന്ന്, വീട്ടി തീർക്കാൻ കഴിയാത്ത കടബാധ്യതകളിൽ നിന്ന്, മരണസമയത്തെയും ഖബറിലെയും നരകത്തിൻ്റെയും അദാബുകളിൽ നിന്നും നമ്മയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين.